കെ ടി ജലീൽ അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, RSS അവരുടെ ബൈബിളായിട്ട് കാണുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അത് കോൺഗ്രസ്സുകാരെ കുറിച്ചോ സോഷ്യലിസ്റ്റുകാരെ കുറിച്ചോ അല്ല. 2 മതവിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ, ഹിന്ദുത്വ പൈതൃക സംസ്കാരത്തിൻ്റെ ശത്രുക്കൾ എന്നെണ്ണി പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞു, ക്രൈസ്തവരെക്കുറിച്ച് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ആരെക്കുറിച്ചാണത്? കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് RSSന്റെ കൂടെ നിൽക്കുന്നത് എന്നാക്ഷേപിക്കുന്നത് എന്തുമാത്രം അബദ്ധജടിലമാണ്. സാർ, നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്തു പരിശോധിക്കാം. എന്ത് നിലപാടായിരുന്നു RSSന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത്? സാർ, 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് PTA റഹീം സാഹിബ് മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത്. ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു, ഊപ്പർ ദേഖോ മസ്ജിദ് മസ്ജിദ്, സാമനെ ദേഖോ മസ്ജിദ് മസ്ജിദ്, പീछे ദേഖോ മസ്ജിദ് മസ്ജിദ്, പൂരെ പൂരെ മസ്ജിദ് മസ്ജിദ്. പള്ളി മിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത്. മേപ്പോട്ട് നോക്കൂ, പള്ളികൾ; പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ, പള്ളികൾ; മുന്നിലേക്ക് നോക്കൂ, പള്ളികൾ; എവിടെ നോക്കിയാലും പള്ളികൾ. അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മറുപടി പറയട്ടെ. പ്രതിപക്ഷ സംസാരിച്ചോളൂ. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ല. ഇത് ശരിയല്ല. നിങ്ങൾ മറുപടി പറഞ്ഞോ? ഇവിടെ മറുപടി പറയാം. പ്രതിപക്ഷ നേതാവില്ലേ? പ്രതിപക്ഷ നേതാവ് പറയട്ടെ. പരിശോധിക്കാം. അവിടെ ഇരിക്ക്. പരിശോധിക്കുക. ഇങ്ങനെ വന്നിട്ടല്ല പറയേണ്ടത്. അതിനൊരു ക്രമമുണ്ട്. ഫ്ലോറിനൊരു ക്രമമുണ്ട്. ഇവിടെ വന്നിട്ടല്ല പറയേണ്ടത്. വെളിയിൽ വന്നിട്ടല്ല പറയേണ്ടത്. അതിനൊരു ക്രമമുണ്ട്. നിങ്ങൾ ക്രമമുണ്ടല്ല ഇവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കാനല്ല കേട്ടാ. അവിടെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കാൻ പറയണോ? നിങ്ങൾ അവിടെ പോയിരിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറയണം. പ്രൊട്ടക്ഷൻ അവിടെ പോയിരിക്കണം. ലീഡർ പറയുന്നുണ്ട്. ലീഡർ പറഞ്ഞു, LOP പറഞ്ഞു. അവിടെ പോയിരിക്കുക. അദ്ദേഹം പറയുന്ന കേൾക്ക്. പ്രതിപക്ഷത പറയുന്ന കാര്യം കേൾക്ക്. പ്ലീസ്. അദ്ദേഹം മറുപടി പറയട്ടെ. ഒന്ന് ഭരണം അവിടെ ഇരിക്കണം. ട്രഷറി ബെഞ്ച് അവിടെ ഇരിക്കണം. ട്രഷറി ബെഞ്ച് അവിടെ ഇരിക്കണം. ബഹുമാനപ്പെട്ട ജലീൽ ഒന്നവിടെ ഇരിക്കണം. പ്ലീസ്. അദ്ദേഹം പറയട്ടെ. പോയിന്റ് ഓഫ് ഓർഡർ. പോയിന്റ് ഓഫ് ഓർഡർ. അല്ല, ഞാൻ ഇടപെടില്ല. ഇരുന്നോളൂ. അങ്ങയുടെ പ്രസംഗത്തിലൊന്നും ഇടപെടുന്നില്ല. അങ്ങക്ക് സമയം കിട്ടും പോയിന്റ് ഓഫ് ഓർഡർ ആകും. അതുകൊണ്ട് അദ്ദേഹം ഒരു വളരെ ഒരിക്കലും നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞത്. ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചെന്ന് പറയുന്നത്? എന്തൊരു ഗാന്ധി നിന്ദയും നെഹ്റു നിന്ദയുമാണ് അങ്ങ് നടത്തിയത്. ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത്? അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം. ഇത് ഗാന്ധി നിന്നയാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നം പരിശോധിച്ച് ചെയ്യാം. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ്.
ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് ചേർന്നിരുന്നു. ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ അദ്ദേഹം പറയട്ടെ മുസ്ലിം ലീഗിന്റെ മേധാവായിട്ടുള്ള ശ്രീ ഹക്കിംജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വായിക്കാൻ ഇപ്പോൾ സമയമില്ല. എത്രമാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹക്കിംജി പറയുന്നത്. പുതുതായി 2 ജില്ലകൾ ഈ സംസ്ഥാനത്ത് ആസന്നഭാവി രൂപം കൊള്ളുന്നു. ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശയോക്തിപരമാണ്. അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മതപരമായ ലഹള ഉണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ പ്രസംഗമാണ്, എന്റെ അല്ല, നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ സിൽബന്ധികളായ ജനസംഘക്കാരും അക്കാര്യത്തിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന മുസ്ലിം ലീഗിന്റെ പ്രസംഗം ഒന്ന് ശ്രീ ജലീൽ സാർ അത് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, പരിശോധിക്കാമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. ഒരു മിനിറ്റ്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാവരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, ശ്രീ അൻവർ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, അതിന് മുകളിൽ ചെയർ പരിശോധിക്കാന്ന് പറഞ്ഞു. യെസ്, യു കണ്ടിന്യൂ. സാർ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. അവരിങ്ങനെ സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ല. അങ്ങനെ നിങ്ങൾ സംസാരിച്ചോ? അവര് ശബ്ദിക്കുമ്പോ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ 2 ഭാഗം ശബ്ദിച്ചിട്ടുണ്ട്. ശരിയാവില്ല. നിങ്ങൾ സംസാരിച്ചോ? അവരിക്കും സംസാരിക്കാൻ എനിക്ക് കഴിയില്ല സാർ. അങ്ങ് സംസാരിച്ചോ? പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ലല്ലോ. ഇവിടുന്ന് ആരെങ്കിലും സംസാരിച്ചോ? അവരിരിക്കട്ടെ സാർ, കേൾക്കൂ. യു ഹിയർ മീ സാർ. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ. ഞാൻ പറയാം, ഇരിക്ക്. അദ്ദേഹം പറയട്ടെ. ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കൂ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കേൾക്ക്. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയട്ടെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ക്രമപ്രശ്നം. ശ്രീ ജലീൽ അവിടെ ക്രമപ്രശ്നം തരണമെങ്കിൽ ഇരുത്തിക്കണം. ശ്രീ ശംസുദ്ദീൻ, മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഇരുത്തിക്കണം അവിടെ. അങ്ങോട്ട് അങ്ങ് ചെല്ലതാ. ഓപ്പോസിഷൻ ലീഡർ വിളിക്കുന്നു. അങ്ങരിക്ക് അവിടെ ഇരിക്കുക. അപ്പോസിഷൻ ലീഡർ വിളിക്കുന്നുണ്ട്. ഞാനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു, ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങയുടെ റൂളിംഗ് വരും, പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും. പക്ഷേ അതേ വാചകം, അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം ബഹുമാനപ്പെട്ട അങ്ങ് ആവർത്തിച്ചത് ശരിയാണ്? അങ്ങയോടുള്ള അത് ശരിയാണോ? അല്ല, ഞാൻ നിങ്ങളെല്ലാവരോടും, ഞങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്നത്? അതേ വാചകം വീണ്ടും ആവർത്തിക്കുക. എന്താണ് നിങ്ങൾ ചന്തയിൽ വന്നാണ് ഇരിക്കുന്നത്? പാർലമെന്ററി മിനിസ്റ്റർ സാർ, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയായ കാര്യമല്ല. സാർ, ഇതിനു ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താമല്ലോ. അപ്പോൾ സാർ ഇതെന്താണ്? നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ബാധകമാണ്. ഇപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു രീതിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് സാർ കാണുന്നത്. അല്ലെങ്കിൽ ചർച്ചയുമായിട്ട് സഹകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ചർച്ചയുമായി സഹകരിക്കാമല്ലോ. പാർലമെന്ററി മിനിസ്റ്റർ കണ്ടിന്യൂ. സാർ അങ്ങ് സംസാരിച്ചോ?
ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത്. എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത്? മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും. അന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ, എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത്? അദ്ദേഹം എന്തിനെങ്കിലും പ്രകോപിതരാവേണ്ട കാര്യം എന്താ? പ്രതിപക്ഷ സംസാരിച്ചോട്ടെ, അടുത്ത പ്രതിപക്ഷ പ്രസംഗം ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ് ശ്രീ കടകംപള്ളി പ്ലീസ്, അദ്ദേഹം സംസാരിക്കട്ടെ. സാർ, മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പല് താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ വിരുമാറിലൂടെയായിരിക്കും. അറബിക്കടലിന്റെ വിരുമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കൂ, ജില്ല ഞങ്ങൾക്ക് വേണം എന്ന് CH പ്രഖ്യാപിച്ചു. CH അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് CHന്റെ മകൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. CHന്റെ പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ്, ഞാൻ CHന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. മുനീർ സാഹിബെ, ഞാൻ CHന്റെ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. PK ബഷീർ പ്ലീസ് അവിടെ ഇരിക്ക് പ്ലീസ്. ശ്രീ KT ജലീൽ. യെസ് ശ്രീ PK ബഷീർ പ്ലീസ് അവിടെ ഇരിക്ക്. പാർലമെന്ററി മിനിസ്റ്റർ. ബഹുമാന്യനായ അംഗം, അത് പറയുന്നുണ്ട് പാർലമെന്ററി മിനിസ്റ്റർ. ബഹുമാന്യനായിട്ടുള്ള അംഗം ശ്രീ ജലീലിനെ കുറിച്ച് ഇവിടെ ഉപയോഗിച്ച പദം അത് ഒരു തവണയല്ല 2 തവണ ആവർത്തിച്ചത്. അതെനിക്കിവിടെ പറയാൻ പറ്റുന്നതല്ല. അങ്ങേറ്റത്ത് വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്തിയത്. അതും അങ്ങ് പരിശോധിക്കണം. അങ്ങ് അത് പരിശോധിക്കണം. ഞെട്ടിപ്പിക്കുന്നതാണ്. പറയാം. യെസ് വ്യക്തിപരമായ പരാമർശങ്ങൾ. യെസ് ശ്രീ ജലീൽ അവിടെ ഇരിക്ക്. യെസ് അൻവർ അവിടെ ഇരിക്ക്. അതെ വ്യക്തിപരമായ പരാമർശങ്ങൾ ആർക്ക് നേരെ നടത്തിയതും രേഖയിലുണ്ടാവില്ല. ഒപ്പം അൺപാർലമെന്ററി ആയ വാക്കുപയോഗിച്ചതും രേഖയിലുണ്ടാവില്ല. യെസ് ശ്രീ ജലീൽ. അത് യെസ് വിൻസെന്റ് അത് അവർ തീരുമാനിക്കട്ടെ. യെസ് സാർ, CH മുഹമ്മദ് കോയ സാഹിബ് അല്ല, അതൊക്കെ നജീബ് അവിടെ ഇരുന്നത്. തൽക്കാലം അവിടെ ഇരിക്ക്. ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്റെ വാക്കല്ല. അത് പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം. ഞാൻ വായിച്ചിട്ടുണ്ടത്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് CH അങ്ങനെ പ്രസംഗിച്ചത്. സാർ, ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത്, അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത്. സാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത്? ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. സാർ, മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ്. 1921 മലബാർ കലാപത്തെ 1921 മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ്? അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത്? 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരം. ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവേ ഒന്ന് കേൾക്ക്. നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല, അവർ നിർത്തട്ടേന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ പോലെ തന്നെയാണ്. വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ,
ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത്. 1921 മലബാർ കലാപത്തെ ഒറ്റുകൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് 1972 വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ്. 1972 ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് 1921 മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത്. അതെ, ഞാൻ പറഞ്ഞു വരാം മാത്യു, ഞാൻ അതിലേക്കാണ് വരുന്നത്. അങ്ങയുടെ സമയം പോകുന്നുണ്ടോ ജലീൽ? അങ്ങയുടെ സമയം പോകുന്നുണ്ട്. ഇനി തരാൻ പറ്റില്ല. 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല സാർ. അങ്ങോട്ട് നോക്കണ്ട. ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട്. അല്ല, ഞാൻ നിൽക്കല്ലേ, നിങ്ങൾ അവിടെ ഇരിക്കേ. പ്രതിപക്ഷ നേതാവ് ഇരിക്കേ, ഞാൻ നിൽക്കല്ലേ. ഇത് കഴിഞ്ഞാൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ. ഇതേ സമീപനമാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പകലുണ്ടാക്കിക്കോ, ബാക്കി ഇവിടെ നടത്തിക്കോളാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടേ. ജലീൽ കണ്ടിന്യൂ. ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ. അല്ല, അങ്ങനെ പേടിപ്പിച്ചിരുന്നില്ല, പറഞ്ഞതാണ്. യെസ്, ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ. അവിടെ ഇരിക്ക് പ്ലീസ്. അവിടെ ഇരിക്ക്. യെസ് പറയാം. യെസ്, പറഞ്ഞോളൂ. അങ്ങനെ സമയം പോകുന്നുണ്ട്, തരാൻ പറ്റില്ല. എന്റെ സമയം 2 മിനിറ്റാണ് ബാക്കി. അത് നിങ്ങളുടെ ഇഷ്ടമല്ല. 2 മിനിറ്റ് ബാക്കിയുള്ളൂ, സമയം തരാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. സംസാരിക്കാൻ കഴിയില്ല സ്പീക്കർ സാർ. എനിക്ക് സാർ 6 മിനിറ്റ് അധികമൊന്നും ആയിട്ടില്ല. അത് റിവേഴ്സ് വന്നതാണ്. 6 മിനിറ്റ് അധികമായിട്ടില്ല. അങ്ങനെ കാണണ്ട സാർ. അധികമായിട്ടൊന്നുമില്ല. ഈ സഭയിൽ RSSന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക? RSSന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ? വിളക്ക് കൊളുത്തിയില്ലേ? ഗോൾവാൾക്കറുടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തൊഴുതില്ലേ? സാർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സാർ കേരള രാഷ്ട്രീയത്തിലല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ RSS വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ. ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു നേതാവേ ഉള്ളൂ സാർ. 1ാം റാങ്ക് RSS വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയനല്ലാതെ മറ്റാരുണ്ട്? നിങ്ങൾ ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർന്നു വീഴുമ്പോ തനിക്കറിയാവുന്ന ഒരു ഭാഷയിലെങ്കിലും നോ എന്ന് പറഞ്ഞോ നരസിംഹറാവു? ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം നടത്താൻ ആരാണ് സൗകര്യമൊരുക്കി കൊടുത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഇടതുപക്ഷമാണോ? കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. സാർ, ബാബറി മസ്ജിദ് തകർന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇതാ ഞങ്ങളുടെ വക സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളി ഇഷ്ടിക സമ്മാനിച്ചത് ആരാണ്? കോൺഗ്രസ് അല്ലേ? ഇടതുപക്ഷമാണോ? അങ്ങയുടെ സമയം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? സാർ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്ത് RSSനെയും BJPയെയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ ജീവൻ ബലി കൊടുത്തവരാണിവർ. കൂടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്ന് വരെ ഏതെങ്കിലും ഒരു RSSകാരനെതിരായി, BJPക്കാരനെതിരായി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ? തമാശക്കെങ്കിലും. കോൺഗ്രസ്സുകാർ പരസ്പരം അവരുടെ ആഭ്യന്തര കലാപത്തെ തുടർന്ന്, അവരുടെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ പരസ്പരം കൊന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പരസ്പരം കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാർ, ഒരു RSSകാരനെ ഇന്ന് വരെ ഒരു RSS. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങേക്ക് സംസാരിക്കാം. 1 മിനിറ്റ്. അതിൽ അദ്ദേഹത്തിന് സമയം എക്സീഡ് ചെയ്തതല്ല,
റിവേഴ്സ് ഓർഡറിൽ വന്നതാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.